എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിൽ അല്ലാഹു അതാ ദുഃഖങ്ങൾ കൊടുക്കുമ്പോ, അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലാഹു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇത് അല്ലാഹുവിന്റെ തീരുമാനമാ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ പടച്ച റബ്ബ് തീരുമാനിച്ച കാര്യമാ. ഇതിൽ ക്ഷമിക്കൽ എന്റെ ബാധ്യതയാണ്, എന്റെ കടമയാണ്, അത് ഈമാനിന്റെ അടയാളമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവനാണ് ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹു ഒരു പരീക്ഷണം തരുന്ന സമയത്ത് ക്ഷമിക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ദുഃഖങ്ങൾ തരും, കടങ്ങൾ തരും, രോഗങ്ങൾ തരും, പ്രയാസങ്ങൾ തരും. അല്ലാഹുവേ പടച്ചവനെ, വർഷങ്ങളായി കഷ്ടപ്പെടുന്ന സ്വന്തമായിട്ടൊരു വീടില്ല, ഏത് കച്ചവടം ചെയ്താലും തകർന്ന് തരിപ്പണമാവുകയാ. ലക്ഷങ്ങളുടെ കടമുണ്ട്, പടച്ചവനെ കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല, വർഷങ്ങളായി മക്കളില്ല. പടച്ചവനെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി അതാ പേമാരി പോലെ പടച്ചുറപ്പിന്റെ പരീക്ഷണം കടന്നു വരുമ്പോ, ഇതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് കരുതിയിട്ട് ക്ഷമിക്കുന്ന മനുഷ്യ, നീ നാളെ പരലോകത്തിലെ ഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ താങ്ങാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല, ക്ഷമിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാട്. ഉസ്താദേ, ഞാൻ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനാ, എല്ലാ ദിവസവും സുബഹി പോലും മുടക്കാതെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, സ്വലാത്ത് പറയുന്നവനാണ്, മജ്ലിസിൻ നൂറിൽ പങ്കെടുക്കുന്നവനാണ്, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവനാണ്, പ്രവാചകനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനാണ്. എന്നിട്ടും അല്ലാഹു എനിക്കിങ്ങനെ വരുത്തിയല്ലോ എന്ന് പരാതി പറയുന്ന മനുഷ്യ, ഒരിക്കലും നീ അങ്ങനെ പരാതി പറയില്ലേ, ഒരിക്കലും നീ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ചിലര് പറയും അല്ലാഹുവിന് എന്നെ വല്ലാത്ത ദേഷ്യമാണ്, അല്ലാഹുവിന് എന്നോട് വെറുപ്പുള്ളത് കൊണ്ടാണ്, അല്ലാഹു എന്നോട് വെറുപ്പുള്ളത് കൊണ്ടാണ് അല്ലാഹു എന്നെ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യ, അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ എങ്ങനെ പറയില്ലേ. അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല നിനക്ക് കടം തന്നത്, നിനക്ക് ക്യാൻസർ തന്നത്, നിന്നെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിലെത്തിച്ചത് വെറുപ്പ് കൊണ്ടല്ല. നിനക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂര തരാത്തത് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലോ, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമോ കൂടിയത് കൊണ്ടാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമായത് കൊണ്ടാണ് പടച്ച റബ്ബ് നിനക്ക് ഈ പരീക്ഷണം തരുന്നതെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? അത് കള്ളുകുടിയനല്ലോ, വിചരിച്ച് നടന്നവനല്ലോ, പലിശ തിന്നുന്നവനായിരുന്നില്ലോ, നിസ്കരിക്കാത്തവനായിരുന്നില്ലോ, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവർക്കായിരുന്നില്ലോ, അല്ലാഹുവേ കാഫിരീങ്ങൾക്കായിരുന്നില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? അത് 1,24,000 പരം വരുന്ന ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള പ്രവാചകന്മാർക്കായിരുന്നു അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്. പടച്ചവനെ, ഈ
പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതാരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ